ഹലോ ഗായ്സ്, അങ്ങനെ അമ്മമ്മയും അമ്മച്ചനും തിരിച്ച് വയനാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ആര്യ അമ്മയും കൂടെയാണ് കൊണ്ടാക്കാൻ പോണത്. കൂടെ തുമ്പമ്മയുണ്ട് കേട്ടോ. എന്നെ അല്ലുട്ടനെയും പോണ വഴിക്ക് അവർ വീട്ടിൽ തട്ടിയിട്ട് പോകും. പിന്നെ എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ, തുമ്പമ്മ അങ്ങനെ ചേച്ചിനെ കാണാതെ വീട്ടിലൊക്കെ നിൽക്കുമോ എന്നുള്ളത്. അവൾക്ക് യാതൊരു കുഴപ്പമില്ല, ആര്യനെ കിട്ടിയാൽ മതി, വേറെ ഒരു പ്രശ്നമില്ല കേട്ടോ. അവൾ സെറ്റാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുമ്പോഴാണ് അപ്പൂൻ്റെ കയ്യിൽ കുത്തിയിട്ടുണ്ടല്ലോ, കടന്നല്ലോ, വേട്ടാളനോ സംതിങ്, ആ സാധനത്തിൻ്റെ കൂടെ അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. കണ്ടോ, നമ്മുടെ ചാരുപടീൻ്റെ താഴെ ഒരു കൂടുണ്ട് കേട്ടോ. നമ്മൾ ആരും കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് വന്ന് കുത്തിയത്. അപ്പോൾ സോഴ്സൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പോവാണ്. അമ്മമ്മയും അമ്മച്ചനും വല്ലപ്പോഴും ഇങ്ങനെ വരും കേട്ടോ. വന്നു കഴിഞ്ഞാൽ അവർക്ക് പോകാൻ ഭയങ്കര തിടുക്കായിരിക്കും. എന്തെങ്കിലും ഒരു റീസൺ അവർ കണ്ടുപിടിക്കും കേട്ടോ. മെയിൻലി അമ്മച്ചൻ അവിടെ എന്തെങ്കിലും പേപ്പർ വർക്ക് ഉണ്ടാവും, അക്ഷയയിൽ പോകണം, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മച്ചൻ എങ്ങനെയെങ്കിലൊക്കെ തിരിച്ചു പോകാനുള്ള റീസൺ കണ്ടുപിടിക്കും. കാരണം അവർക്ക് വയനാട് സെറ്റാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ചൂടാണ്, ഇതാണ് അവർക്ക് തീരെ അതുമ്പോൾ നമ്മളെ വീട്ടിൽ നിന്നാണ്ടാവുന്നൊരു സമാധാനം ഉണ്ടല്ലോ, അതുമ്പോൾ എവിടെ പോയാലും കിട്ടൂലല്ലോ. അപ്പം അങ്ങനെ ഇതാ അവർ തിരിച്ചു പോവാണ് ഗായ്സ്. കാറിൽ കയറിയപ്പോൾ രണ്ടാൾക്കും ആര്യമാമിൻ്റെ മടിയിലിരിക്കണം. അതിനുള്ള അടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവ മടി കയറി ഇരിക്കുമോ എന്ന് പേടിച്ച് തുമ്പമ്മ കണ്ടോ വേഗം കയറി പോവാണ് കേട്ടോ. മടിയിലിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കുശുമ്പത്തിയാണ് കേട്ടോ പെണ്ണ്. റീനമ്മയ്ക്കാണ് ഇന്നത്തെ ഒരൊറ്റ ദിവസത്തെ ലീവേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് കൊണ്ടാക്കി അവിടുന്ന് അമ്മച്ചൻ എന്തോ പേപ്പർ വർക്ക് അക്ഷയയിലൊക്കെ പോയി ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇന്ന് തന്നെ അവർ റിട്ടേൺ വരികയും ചെയ്യും കേട്ടോ. ആദർശേട്ടന് ചിരി കാണാൻ ക്യൂട്ടാണെന്നുള്ള കമൻറ്റ് കണ്ടതിന് ശേഷം ഈ ഇടയായിട്ട് സേട്ടൻ വല്ലാതെ ക്യൂട്ട്നെസ് വാരി വിതറുന്നുണ്ട് കേട്ടോ. തുമ്പമ്മ കണ്ടില്ലേ, പിണക്കം അവൾക്ക് ആദ്യമാണ് കേട്ടോ. കരച്ചിൽ കഴിഞ്ഞിട്ടേ കാര്യം പറയുള്ളൂ കുട്ടി. അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് അല്ലൂട്ടൻ പറയുന്നുണ്ട്, അമ്മച്ചൻ ഞാൻ എൻ്റെ സ്കൂൾ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മച്ചൻ സ്കൂളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ അവിടെ ഇറങ്ങാൻ പോവാണ് ഗൈസ്. അങ്ങനെ മക്കളെ ഇവർ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാലേ അമ്മമ്മയും അമ്മച്ചനും വരുള്ളൂ. അപ്പം എല്ലാവരോടും ബായ് പറഞ്ഞിട്ട് അവർ പോവുകയാണ്. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ്. തുമ്പമ്മയ്ക്ക് യാതൊരു എക്സ്പ്രഷൻ ചേഞ്ചും ഇല്ല. നോക്കിയേ, നമ്മൾ ബായ് പറഞ്ഞാൽ ബായ് ഒക്കെ പറഞ്ഞ് ഇരിക്കുകയാണ് കേട്ടോ കുട്ടി. രാവിലെ തന്നെ ആര് കുളിപ്പിച്ച് കുറിയൊക്കെ തൊട്ട് ഇതാ കൊണ്ടുപോവാണ് കുട്ടീനെ. അപ്പോൾ കുട്ടിക്ക് ഇങ്ങനെ അമ്മ ഇറങ്ങുകയാണെന്നോ അമ്മ വീട്ടിലെ പോവാണ് മോളെന്ന് പറഞ്ഞിട്ട് യാതൊരു മൈൻഡും ഇല്ല. ഓക്കെ ബായ്, അത്രയേ ഉള്ളൂ കേട്ടോ. അവൾ അത്രയും കംഫർട്ടാണ്, അതുകൊണ്ടാണ്. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ എനിക്ക് സമാധാനമാണ്, അവരുടെ കൂടെയല്ലേ. അപ്പോൾ അങ്ങനെ ഇതാ അവർ പോയി. പിന്നെ ഇതാ ഞങ്ങൾ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു ഗൈസ്. വീട്ടിൽ ചെന്നപ്പെടുത്ത ഇളയമ്മയും അച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങളിതാ വീട്ടിൽ കയറി. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ചാച്ചാ ബൈ ബൈ, സീ യു ഗൈസ്.